ഇപ്പം ഏറ്റവും കറന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 60 CR വണ്ടിയാണ്. 5 lakhs നല്ല പെർഫോമൻസ് ഉള്ള കാർ ഇതാണ്. പെട്രോൾ പോലും കിട്ടൂലേ? ചന്ദ്രന് ഇട്ട് കൊടുക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രനെ എവിടെ പെടുത്തി വെക്കാം. സ്റ്റാർട്ടിങ് തന്നെ അവനൊരു കണ്ടന്റ് ആയിക്കോട്ടെ. ഇവിടുത്തെ ഡീലറാണോ? അതെ അതെ അതെ. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം ലെവൽ കാർ എത്രയാണ് വരുന്ന റേറ്റ്? ഇപ്പം ഏറ്റവും കറന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 60 CR വണ്ടിയാണ്. അത് വെച്ചിട്ട് കാണിക്കാവോ നോക്കാൻ? അതെ അതെ അതെ. ഇവിടെ കിടന്ന പർപ്പിൾ കളറുള്ള വണ്ടിയില്ലേ? ഓ ഇപ്പൊ എടുക്കല്ലേ? എടുക്കുക പർപ്പിൾ. വേറെ ഇത് മഞ്ഞ കളറില്ല. മഞ്ഞ കളർ നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റും. അടിക്കാൻ പറ്റും. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ ഇതിന്? ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടോ? ഉണ്ട്. എച്ച് അടിച്ചാൽ മതി. എച്ച് അടിച്ചാൽ മതി. ഓക്കെ. നമ്മൾ അവിടെ തന്നെ പോണോ? ഗൈസ് ചന്ദ്രു കിക്കിൽ ലൈവ് വരും 8:30-ക്ക്. എല്ലാവരും കിക്ക് ഇൻസ്റ്റാൾ ചെയ്യും ഗൈസ്. എല്ലാവരും കിക്ക് ഇൻസ്റ്റാൾ ചെയ്യും. കിക്കിൽ ചന്ദ്രുവിന്റെ ലിങ്കും കൂടെ പറ്റുവാണെങ്കിൽ നമ്മുടെ മോഡറേറ്റേഴ്സ് ഒന്ന് റെഡിയാക്കി വെക്കണേ. ചന്ദ്രു വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. അതെ പോരെ കേട്ടോ വണ്ടി. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ള വണ്ടി ഇതാ. 5 സീറ്റർ ആണ്. ഇപ്പം അത്യാവശ്യം നല്ല വണ്ടി ഇതാ. പക്ഷെ എന്നാലും ഇപ്പോ ഇത് അത് പവർ എങ്ങനെ എനിക്ക് തോന്നുന്നു. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഈ ഡോഡ്ജ് അല്ലേ? അതെ അതെ അതെ. ഈ ഡോഡ്ജിന് വരുന്നത് 40 CR നമ്മളിപ്പം 7% ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു. ഓ അപ്പൊ എത്ര വരും? 7% 40 10-ന് 3 വെച്ചിട്ട് 7 × 7 × 3 എന്ന് പറഞ്ഞാൽ 21 lakhs കുറവുണ്ടോ അപ്പൊ? അപ്പം 37.2. ഓ 37.2. യാ കറക്റ്റ് പെർസെന്റേജ്. ഓക്കെ ഇത് കുഴപ്പമില്ല. ആ വണ്ടിയോ? കാസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ വണ്ടി കിടക്കുന്നത് ഇവിടെ. കാനിസ് ആണോ? ആ ഇതിന് 12 CR. ഓ 12 CR ഉള്ളൂ അല്ലേ? 12 CR. ഓക്കെ. ഇപ്പൊ നോക്കുവാണേലേ നമുക്കൊരു 5 lakhs നല്ല പെർഫോമൻസ് ഉള്ള കാർ ഇതാണ്. നടുക്ക് കിടക്കുന്ന വണ്ടിയില്ലേ? ഓ അതല്ലേ. 5 lakhs അല്ല 5 lakhs അല്ല. 5 CR. 5 CR ആണല്ലേ? ഓക്കെ കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. കുറച്ചുകൂടെ കുറഞ്ഞ കാർ വരുവാണെങ്കിലേ എന്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ച് പറയണേ. നമ്പർ ഞാൻ തന്നേക്കാം. നമ്പറും ശരിയല്ലേ? നിക്കല്ലേ? അയച്ചിട്ടുണ്ട് കേട്ടോ. വരുവാണെങ്കിൽ വിളിച്ചേക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു. പ്രൈസ് റേഞ്ച് എത്രയായിരുന്നു? 5 10. 5 ലാഖോ? ഓക്കെ. പോക്കറ്റില് 10 ലക്ഷം വെച്ചിട്ട് 10 കോടി കാറ് വെച്ചിട്ട് കാര്യം ഉണ്ടോടാ? അവൻ എന്ത് ചെയ്യ ചന്ദ്രു? പറഞ്ഞിട്ട് കാര്യമില്ല. 5 CR പെട്രോൾ പോലും കിട്ടൂലേ? എടാ അത്രയ്ക്ക് ഉണ്ടോടാ? അത്രയ്ക്ക് വില ഉണ്ടോ വണ്ടിക്ക്? ചന്ദ്രൻ്റെ വണ്ടി ഉണ്ട് കേസ്. നമുക്കൊന്നും വണ്ടി പോലും ഇല്ല. വണ്ടി ഇവിടെ കുണ്ടിയില്ല. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊന്നും എയർപ്ലെയിൻ മേഡ് ഓഫ് ചെയ്യാം. ചന്ദ്രൻ ബാക്കിലോ 6 CR ഉണ്ട്. എൻ്റെ 6 കോടി ഉണ്ടോ? 1000 16 അല്ല പറയേ. പൈസ വാങ്ങിക്കാൻ എന്താടാ മടി? എന്തുമ്മാ? ഞാൻ ലൈവ് ഉമ്മാ. അത് കൊടുത്തു. ബാബു നീ ഇതാക്ക, ഞാൻ പോയി ഇട്ടിട്ട് വരാം. ഓക്കെ. ബാബു നീ ഓടിക്കേ ബാബു. സ്റ്റാർട്ട് ചെയ്യുവാണോ ഇപ്പോ? ഞാൻ പോയി സ്റ്റാർട്ട് ഇട്ടേ. ഓ സ്റ്റാർട്ട്. നമ്മുടെ പിള്ളേരിപ്പോ അവിടെ എത്തും. ഗൈസ് അപ്പോൾ ഞാൻ സിറ്റിയിലുണ്ടായിരിക്കും. ചന്ദ്രുവിൻ്റെ കൂടെ ചന്ദ്രുവിൻ്റെ ലൈവിലായിരിക്കും ഗൈസ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അവൻ്റെ ടെസ്റ്റ് സ്ട്രീമാണ്. ഞാൻ പറഞ്ഞില്ല അവൻ്റെ ടെസ്റ്റ് സ്ട്രീം അല്ല, ഫസ്റ്റ് സ്ട്രീമാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ഒരു
നല്ലൊരു സെറ്റപ്പ് ചെയ്യണം. ഞാൻ RP എന്തായാലും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. സോ ഈ ലൈവ് അല്ലെങ്കിൽ അവൻ്റെ ലൈവിൽ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്നവരൊക്കെ അങ്ങോട്ട് വാ, എല്ലാവരും അങ്ങോട്ട് വാ. ഞാനപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ ചന്ദ്രൻ്റെ കൂടെ തന്നെ RPയിലുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, ചന്ദ്രു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കിക്കിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ടേക്കാവോ? എടാ റേഡിയോ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? റേഡിയോ എങ്ങനെയാടാ കണക്ട് ചെയ്യുന്നത്? 81 അടിച്ചാൽ മതിയോ? ചന്ദ്രന് ഇട്ട് കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്ക് ചന്ദ്രനെ എവിടെ പെടുത്തി വെക്കാം. ലൈവ് സ്റ്റാർട്ടിങ് തന്നെ അവനൊരു കണ്ടന്റ് ആയിക്കോട്ടെ. ബാബു ശരിയാണ് 5000 അല്ലല്ലോ, 8000 6000 അല്ലടാ കിക്കിന് 8000 6000 എന്തോ ആണ് ഗൈസ്. 6000 8000 ആണ്, 5000 അല്ല. എന്തായാലും 5000 ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു 4K പക്ഷേ 2K പോലും ഉണ്ടാവില്ല ഗൈസ്. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞാൻ ഒരു മാരത്തോൺ സ്ട്രീം വെച്ചിട്ട് ഒരു മാസം ഒരു 2-3 ലൈവ് മാരത്തോൺ ലൈവൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ചലഞ്ച് ചെയ്ത് ആ ചലഞ്ച് നല്ല കട്ടൊക്കെയുള്ള എന്തെങ്കിലും ചലഞ്ച് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ചലഞ്ചൊക്കെ എടുത്തിട്ട് കുറച്ച് ഫണ്ട് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു PC അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്, അതല്ലാതെ ബാക്കി കുറച്ചുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതാണ് അടുത്തൊരു പ്ലാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്താ ഒരു ക്വാളിറ്റി ഒട്ടും ഇല്ലല്ലോടാ. ഓക്കെ കുഴപ്പമില്ല. ഹലോ നിഗ 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 എന്താ റേഡിയോ സംസാരിക്കാൻ പറ്റാത്ത? ഓക്കെ ഹലോ ബ്രോ, ഇതാരാണ്? ഇതാര റേഡിയോ ആണ്? ഹലോ 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 നീകനാത്മാ നീക എടാ ഇതെന്താടാ? മൈക്ക് ഓണോ? ഹലോ ഹലോ നീക എടാ എന്താടാ റേഡിയോ മട്ടർ മാറിയോ? നിങ്ങൾക്ക് കേട്ടൂടെ? അതെന്തോ സംഭവം? എടാ ഓണാണ്. ഓൾട്ടാണോ? ഹലോ നീക എടാ നീക നീ എവിടെ ഉണ്ട്? എടാ ഇതെങ്ങനെ പേര് മാറുന്നത്? അത് റേഡിയോയിൽ തന്നെ പറ്റും. റേഡിയോയിൽ ആണോ? സെറ്റിംഗ്സിൽ നോക്കട്ടെ നോക്കട്ടെ. എവിടെയുണ്ട് ബാബു സേട്ട്? എടാ ഗ്യാങ് ഹൗസ് ഫ്രണ്ടിലുണ്ട്, ഗ്യാങ് ഹൗസ് ഫ്രണ്ടില്. ചന്തി വന്നില്ലേ? ചന്തി ആ ഇപ്പൊ പേര് ശരിയായല്ലോ. ഇപ്പൊ ശരി ബാബു സേട്ട്, ഇപ്പൊ ശരി. ഗോഡ് ബാബ്സ് എന്നാ കേട്ടാ. പരുന്ത് വരുമെന്ന് ഗൈസ്. പരുന്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല ഗൈസ്. ഫോൺ നെയിം വിടാനോ? എടാ ഇപ്പൊ ഗ്രാഫിക്സ് സീനില്ലല്ലോ ഗൈസ് വലിയ. ഇപ്പൊ ഈ ഗ്രാഫിക്സ് വലിയ കുഴപ്പമില്ലല്ലോ. എന്ത് പറയുന്നു നിങ്ങള്? കലിപ്പോടാ ഇപ്പൊ ഇവരുമായിട്ട് എങ്ങനെ KV ആയിട്ടുള്ള അടിയൊക്കെ തീർന്നില്ലേ ഗൈസ്? അതൊക്കെ എന്തായി? ഒതുങ്ങിയില്ലല്ലോ. മൈക്ലിക് സൗണ്ട് ഡിസേബിൾഡ്. മൈക്ലിക് സൗണ്ട് ഡിസേബിൾഡ് അതെന്തുവാ?
സീറ്റ് ബെൽറ്റ് ചെയ്താടാ. ഇപ്പൊ എന്താ ചെയ്തത് നിങ്ങള്? നിങ്ങൾ എന്നെ കൊണ്ട് എന്താണ് ചെയ്തത്? കേറിക്കോ, സെറ്റാണ്. ആ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ശരിക്കും പ്രശ്നമുള്ളത് ഏത് ഗ്യാങ്ങുമായിട്ടാണ്? ആ ഗ്യാങ്ങിന്റെ വീട്ടിൽ ചന്ദ്രനെ കൊണ്ട് വിടാനായിരുന്നു ഗൈസ്, വേറെ ഒന്നുമല്ല. ഫ്രണ്ട്ലി ആണ്. ഓക്കെ 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 ഓക്കെ. ചന്ദ്രനെ കൊണ്ട് ആ ഗ്യാങ്ങിനെ വിടാനാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മളെ അപ്പാപ്പന നമ്മുടെ കൂടെ വന്നു, പകരം നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മൾ കെ വി കൊടുക്കണ്ടേ ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചന്ദ്രനെ നമ്മൾ തിരിച്ച് കെ വിക്ക് കൊടുക്കുന്നു, പകരം അപ്പാപ്പന് പകരം അവരാഘോഷിക്കട്ടെ. ഒട്ടും സ്കില്ല് കുറവുള്ള ഒരാളെ അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നേ. ഒരു ബാർട്ടർ സിസ്റ്റം. SRR കൊണ്ടുവിടാനോ? മൈ ബൈസ്. എടി ഇതെന്തോടെ കറങ്ങുന്നേ? എന്തോടത് കറങ്ങുന്നത്? എന്തത് സർക്കസോ ഇവിടെ നടക്കുന്നേ? ഇവര് ലോഗോ ഒക്കെ സെറ്റ് കേട്ടോ. അണ്ണനെ കൊടുത്താലോ? ആ ആക്റ്റീവ് അല്ലല്ലോ. ആ പോടാ, ഞാൻ ആക്റ്റീവാ, ഫുൾ ആക്റ്റീവ്. മാസത്തിൽ 8 ദിവസം ഞാൻ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്? ആ ചന്ദ്രൻ എന്റെ കൂടെ ഉണ്ട്. ചന്ദ്രൻ എന്റെ കൂടെ ഉണ്ടാ. ഞാൻ ചന്ദ്രനെ വിൽക്കാൻ കൊണ്ടുപോകല്ലേ? ശരി. നീ എവിടെ ഉണ്ട് നീകോ? ആ നീ അങ്ങോട്ട് വാ, ഞാൻ നിന്നെ പിക്ക് ചെയ്യാം. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇവിടെ എന്തോ എനിക്ക് സത്യം പറയല്ല സിറ്റിയെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. കുറച്ച് ദിവസം സമയം എടുക്കും കേട്ടാ. പേരെന്താ? ഇത് ചോട്ടാ മുമ്പ് ഇവർക്ക് പണ്ടും ഉണ്ടായിരുന്നല്ലോ, എസ് പമ്പിന്റെ അവിടെ അല്ലായിരുന്നു ഇവരുടെ ഗ്യാങ് ഹൗസ്. എടാ എലിക്കുട്ടിയൊന്നുമില്ലേ? എലിക്കുട്ടിയൊന്നുമില്ലേ? എടാ നമുക്കപ്പോ നമ്മുടെ ഗ്യാങ് ഹൗസിൽ കയറി കൂടുന്നുണ്ടോ? ഇപ്പൊ അറിയാതെ കയറി തന്നെ ഞാൻ, മനഃപൂർവ്വം ഒന്നും അല്ല, അറിയാതെ ഇപ്പൊ കയറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഗ്യാങ് ഹൗസ് നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ അപ്പോ? അയ്യോ പൈസ കൊടുക്കണം കേട്ടോ. എസ് പമ്പല്ല, ടി വി പമ്പ്. ഓ ടി വി പമ്പ്. ആ എടാ ഞാൻ ഈ ഇടയ്ക്കല്ലടാ കയറലുള്ളൂ. എനിക്കപ്പോ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ആയി വരാൻ സമയം എടുക്കും. കേടല്ലേ പോയി നമ്മൾ ഗ്യാങ് സസ്പെൻഷനാണ്. ഓ നിനക്ക് സീനില്ല കേട്ടോ കേരളയില്, നീ ഗ്യാങ്ങിൽ മെമ്പർ അല്ലല്ലോ. എപ്പോ മുരളി പെണ്ണ് കേട്ടോ നിന്നെ? എന്ത് പറഞ്ഞു മുരളിനോട്? ചുമ്മാ എന്തെങ്കിലും മഴയില്ലേ നീക്കാ? എന്നാ എനിക്ക് പറയല്ലേ ഞാനാണ് ഗ്യാങ് ലീഡർ എന്ന്. ആ ഇതെന്നാ വിശ്വസിക്കില്ല. നീ ആക്റ്റീവോ? 36 ലിറ്റർ 5 ലിറ്റർ അടിക്കും. എന്റെ വണ്ടിയൊന്നും അല്ല. പോട്ട് 10 ലിറ്റർ അടിക്ക. $9,000. കൊറേ ഉണ്ടാക്കുന്നുണ്ടല്ലോടാ, കൊറേ നേടുന്നുണ്ടല്ലോടാ. ഹലോ ബാബു ചേട്ടാ, നിങ്ങൾ എവിടെ ഉണ്ട്? ടി വി പമ്പ് ഉണ്ട്, ടി വി പമ്പ്. നീകനുണ്ടോ? നീകൻ എടുത്തോ? എടാ ഞാനെ മാത്രമാണോ അപ്പൊ വെളിയില്? 10 ലിറ്റർ അടിക്കും, 10 ലിറ്റർ വിത്ത് ക്യാഷ്. 90,000 രൂപയ്ക്ക് അടിച്ചടാ. എടാ ഭാഗ്യം ഇത് അടിക്കാൻ പറ്റുന്നില്ലല്ലോ.
ഇതെവിടെ അടിക്കണ്ടേ? അവിടെ 90,000 വെച്ച് പോകുന്നുണ്ടോ എൻ്റെ ഇന്ന്? യു ആർ ടു ഫാർ ഫ്രം ദ പമ്പ്. ഞാൻ ഇറങ്ങണോ? എടാ 90,000 വെച്ച് വെറുതെ പോയടാ. ഇപ്പൊ തന്നെ 30 ലിറ്റർ അടിക്കാനുള്ള പൈസ പോയടാ. എടാ മര്യാദക്ക് യു ഫ്യൂൽഡ് 10 ലിറ്റർ. എടാ 10 ലിറ്റർ നീ വണ്ടിക്ക് ഒന്നും അല്ലടാ. എടാ ഈ ചെറ്റ എന്റെ തലയിൽ വെച്ച് വന്നിട്ട് പോയടാ. 20 ലിറ്ററും കൂടെ അടിക്കും ഇനി മാക്സിമം. എടാ കയ്യിലെ പൈസയൊക്കെ തീരുന്നു. ചെലവാ. ഇവൻ 10,500 പ്രാന്തനാണ് ഇവൻ. പ്രാന്തൻ 1,500 കോടിക്ക് പമ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ആ പൈസയിൽ കുറച്ച് തന്നിരുന്നെങ്കിൽ 4 വണ്ടിയെങ്കിലും എടുക്കായിരുന്നു. കുഴപ്പമില്ല, നമ്മളെ പമ്പല്ല. എടാ നമ്മളെ പമ്പിൽ നിന്ന് പൈസ എങ്ങനെയാ തിരിച്ചെടുക്കുന്നത്? ഇപ്പൊ അടിച്ച പൈസ എങ്ങനെയാ തിരിച്ചെടുക്കുന്നത്? ഇതെങ്ങനെ എടുക്കുക? ആണോ ഈ നായിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. ഒരു പിസ്റ്റൽ കേട്ടോ ഗൈസ്. നീക 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 മോനെ നീക നീക മോനെ. എടി ഇതെങ്ങടാ പച്ച കളർ വരാത്തത് എനിക്ക്? തായ് നൂഡിൽസ്. വാട്ടർ വാട്ടർ. അയ്യോ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റേ. വാട്ടർ 2 ആണ്. ഓക്കെ. നീകൻ റേഡിയോയിലില്ല. ആ ചന്ദ്ര വരട്ടെ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ ഡിലേ ആക്കുന്നത്. ഞാനിട്ട് ഡിലേ ആക്കുന്നതല്ല, ചന്ദ്ര ഒന്ന് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് എവിടെയെങ്കിലും കളയേണ്ടി വരും. പിന്നെ എന്നെ വിളിക്കാൻ പോലും എൻ്റെ നമ്പറില്ല ഗൈസ്. എത്ര മണിക്ക് നമുക്ക് ഗ്യാങ് സസ്പെൻഷൻ കഴിയും? എപ്പോഴാണ് ഗ്യാങ് മീറ്റിങ്ങിന്? എങ്ങനെ നമുക്ക് ഗ്യാങ് ഹൗസിനകത്ത് കയറാൻ പറ്റുമോ അപ്പോൾ ഇന്ന്? പിന്നെ എങ്ങനെ മീറ്റിംഗ് നടത്തും നമ്മൾ? ഇവനെ ഓട്ടോ ഏതാ ഡ്രൈവിങ്? ഞാൻ ആ ഡ്രാഗണുള്ള ഗ്യാങ് ഹൗസ് ഞാൻ കണ്ടു. ഇവിടെ എത്ര ഗ്യാങ്സ് ഉണ്ട്? ഇനി ഗ്യാങ് റോൾ ഇല്ലാത്തോണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഓ ഇന്ന് 12 മണിക്ക് കഴിയും. ഓ 12 മണി വരെ ഒന്നും നടക്കൂല. ഗൈസ് ഡു ലൈക്ക് ദ സ്ട്രീം ഗൈസ്. ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേ ഗൈസ്. നമുക്ക് പോയിട്ടെ. ഒരു ഗണ്ണ് പിസ്റ്റലെങ്കിലും വാങ്ങിച്ചു വെക്കണം കേട്ടോ. ഒരു ഗ്യാങ് മെമ്പർ എന്ന നിലയിൽ ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. ഇവിടെ ഗൺ ഷോപ്പൊക്കെ ലേലം പോയോ ഓൾറെഡി? അല്ല എനിക്ക് തൊണ്ട ഭയങ്കര സ്ട്രെയിൻ ആവുന്നു കേട്ടോ പണ്ട്. സെറ്റായി. ഓ ഗൈസ് ചന്ദ്രു ഈസ് ബാക്ക് ഗൈസ്. ചന്ദ്രു ഈസ് ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രു കിക്കിൽ ലൈവാണ് ഗൈസ്. നമ്മുടെ അളിയൻ്റെ ഫസ്റ്റ് ലൈവാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് വായോ ഗൈസ്. വായോ എല്ലാവരും ആരും മിസ് ചെയ്യരുത് ഗൈസ്. എല്ലാവരും വായോ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടത്തും നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടത്തും ഗൈസ്. കണ്ടോ ചന്ദ്രൻ്റെ പോസ്റ്റ്? പ്രിസൺ ബിച്ചസ്. നീക്ക് വന്ന 10 ലാക്സ് ഒരു റേഡിയോ പോലും കിട്ടൂല. എടാ എക്കണോമി ഭയങ്കര ഹൈ ആണോ ഇവിടെ? അപ്പോൾ ഗൈസ് അപ്പോൾ ഞാനൊരു 10 മണി വരെ കുറഞ്ഞതുണ്ടാവും ഗൈസ്. 10 മണി 10:30 എനിക്ക് അടുത്തൊരു കോള് അറ്റൻഡ് ചെയ്യണം. ഒരു മീറ്റിംഗ്, ചെറിയൊരു മീറ്റിംഗ്. അപ്പോൾ അതിനൊരു അരമണിക്കൂർ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഗ്യാപ്പ് വരെ ഞാൻ എന്തായാലും
ഞാൻ സിറ്റിയിലുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഒരുപാട് നാൾക്ക് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണെന്ന് ഞാൻ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അല്ലെന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾ വരണം. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാമല്ലോ.